രഹസ്യ ജീവിതം. പിൻവാതിൽക്കലിരും നേവം ശീമോൻ പാരം കേണോദി എന്ന പാടുന്നു. നമ്മൾ നോമ്പിൽ പാടുന്നുണ്ട്, ആരും കാണാതുടയോനെ ഞാൻ പാപം ചെയ്തു, അന്യന്മാർ കണ്ടെന്നാകിൽ ലജ്ജിച്ചിടും ഞാൻ. എൻ പാപങ്ങൾ നേരെ കാണോനാ, നിന്നെ അയ്യോ പേടിക്കുന്നില്ല. എന്താ ജോസഫ് ദൈവാത്മാവുള്ള മനുഷ്യൻ, പിറകിലത്തെ വാതിലാണത്. ക്യാരക്ടർ ഈസ് വാട്ട് ആർ യു ഇൻ ദ ഡാർക്ക്നെസ്. ഇരുളിൽ നിങ്ങൾ ആരാണ്? നിങ്ങൾക്കറിയില്ലേ, മോശ 2 തവണ സീനായ് മലയിൽ കയറിപ്പോയി. ആദ്യ തവണ പോയിട്ട് 40 ദിവസം കഴിഞ്ഞ് കൽപ്പലകയായിട്ട് വന്നപ്പോഴാണ് താഴെ പൊടിപൂരം പെരുന്നാൾ അല്ലേ. എന്ത്? അഹറോൻ കാളക്കുട്ടി ഉണ്ടാക്കുന്നു, ജനം തുള്ളുന്നു. ആഘോഷ നിമിഷങ്ങളാണ്. മോശ ഈ കൽപ്പലക എറിഞ്ഞു പൊട്ടിച്ചു. അതുകൊണ്ട് അരിശം തീരാതവന് പുരയുടെ ചുറ്റും വണ്ടി നടന്നു എന്ന് കുഞ്ഞനമ്പ്യാർ പാടിയതുപോലെ അത് പിന്നെ പൊടിയാക്കി വെള്ളത്തിൽ കലക്കി കുടിപ്പിച്ചു. പിന്നെ ഒരു ബാധ നടന്നു. പിന്നെയും മോശ 40 ദിവസം സീനായ് മലയിലേക്ക് പോയി അല്ലേ. നമ്മൾ പാടുന്നുണ്ട് മോശയും ഏലിയാവും എന്നല്ലേ 40-നും. പക്ഷെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, 2 തവണ മോശ സീനായിൽ പോയെങ്കിൽ ആദ്യത്തെ തവണ പറഞ്ഞത് ഇങ്ങനെയാണ്, എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് തിരുവചനത്തിൽ? മോശ സീനായിൽ 40 രാവും 40 പകലും താമസിച്ചു എന്നാണ്. ആവർത്തനത്തിൽ പുറപ്പാടിൽ 2ാം തവണ കയറിപ്പോയതിനെ കുറിച്ച് എഴുതിയിരിക്കുന്നതാണ് ഇങ്ങനെയാണ്, മോശ സീനായിൽ 40 രാവും 40 പകലും വീണ് കിടന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ആലോചിച്ചു എന്താ ഇതിന്റെ വ്യത്യാസം. ആദ്യത്തെ തവണ താമസിച്ചുവെന്നും 2ാം തവണ വ്യത്യാസമുണ്ട്, മനസ്സിലാകുന്നുണ്ട്. എന്താണെന്നറിയാം, 2ാം തവണ പോകുന്നതിന് മുമ്പ് ഒരു സംഭവം ഉണ്ടായി. മോശയുടെ കയ്യിലിടുന്ന കൽപ്പലകകൾ ഉടഞ്ഞുപോയിരുന്നു. ഉടഞ്ഞുപോയ പ്രമാണങ്ങളെ ഓർത്ത് വീണ് കിടക്കേണ്ട കാലത്തിന്റെ പേരാണ് നോമ്പ്. ആദ്യ തവണ പോയപ്പോ കൽപ്പലക ഒരു പ്രശ്നമല്ലല്ലോ. ഉടഞ്ഞുപോയ പ്രമാണങ്ങളെ ഓർത്ത് വീണ് കിടക്കേണ്ട കാലമാണ്. ഞാൻ ചോദിക്കട്ടെ, എത്ര കൽപ്പനകൾ? 10. നമുക്ക് പൊടഞ്ഞുപോയത് എത്ര കൽപ്പനകളാണ്? എല്ലാം ഒന്നും നമുക്ക് പൊട്ടിപ്പോയിട്ടില്ല. പണ്ട് നമ്മൾ സ്കൂളിൽ പോയപ്പോൾ ബാഗ് കൊണ്ടുപോയി, ഇപ്പോഴും ബാഗുണ്ട്. ഈ ബാഗിന് മുമ്പ് ഒരു അലൂമിനിയം പെട്ടി തൂക്കി പിടിച്ച് സ്കൂളിൽ പോയവരുണ്ട് ഇല്ലേ? ഓർക്കുന്നില്ലേ? ആരും ഉണ്ട്. അതിനു മുമ്പ് കറുത്ത റബ്ബർ ബാൻഡ് ഇട്ട് 6-7 പുസ്തകങ്ങൾ ഈ നെഞ്ചോട് ചേർത്ത് വെച്ച് പോയവരുണ്ട് അല്ലേ? ആ കാലം ഒന്ന് ഓർത്ത് നോക്കിക്ക്. ഇപ്പൊ വലിയ ആളുകളാണ്, ആലോചിച്ച് നോക്കിക്ക്. അങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ട് പുസ്തകം കൊണ്ട് പോയപ്പോ എന്നാ സംഭവിച്ചത്? അവിടെ ഓണം പരീക്ഷ കഴിഞ്ഞ് ക്രിസ്മസ് പരീക്ഷ ആയപ്പോ ആദ്യത്തെ 3 പാഠവും ഇല്ലായിരുന്നു, അവസാനത്തെ 3 പാഠവും ഇല്ലായിരുന്നു. അതായിരുന്നു അവസ്ഥ. സത്യത്തിൽ നമുക്ക് പറ്റിയതും അങ്ങനെയാണ്. ഇടയ്ക്കുള്ള കൽപ്പനകളൊന്നും നമുക്ക് കീറിപ്പോയിട്ടില്ല, മോഷ്ടിച്ചിട്ടില്ല, വ്യഭിചാരം ചെയ്തിട്ടില്ല, കൊല ചെയ്തിട്ടില്ല. നമുക്ക് പൊട്ടി കീറിപ്പോയത് ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. 1ാം പ്രമാണമല്ലേ, ഇനി അവസാനത്തേതല്ലേ. അതുകൊണ്ട് ഉടഞ്ഞുപോയ കൽപ്പനകൾക്ക് വേണ്ടി വീണ് കിടക്കേണ്ട കാലമാണ് നോമ്പെങ്കിൽ പിൻവാതിക്കൽ വീണ് കിടന്നൊരു പത്രോസിനെ നാം കാണുന്നു. ദൈവാത്മാവുള്ള മനുഷ്യന്റെ പ്രത്യേകത അരുതുകളും അതിരുകളും ഹൃദയത്തിലാണ്. നമ്മളെ പല അരുതുകളിൽ നിന്നും തിരിച്ചു വിളിക്കുന്നത് എന്താ? വീടിനൊരു മാഗ്നറ്റിക് പവർ ഉണ്ട്. നുരഞ്ഞു പൊന്നുന്നൊരു ഗ്ലാസ് എടുത്ത് ചെന്നൈയിലോ കോയമ്പത്തൂരോ ബാംഗ്ലൂരോ എൻ്റെ മോനെ നീ ചിയേഴ്സ് പറഞ്ഞ് ചുണ്ടോടടുപ്പിക്കുമ്പോൾ ചുണ്ടിനും കപ്പിനും ഇടയ്ക്ക് മോന് പപ്പായുടെ മുഖം ഓർമ്മ വരികയാണ്. വേണ്ട, അതൊരു മാഗ്നറ്റിക് പവറാണ്. തിരികെ വിളിക്കുന്നൊരു പ്രിഫറൻഷ്യൽ ലവ് ഉണ്ട്. ഒരു ചാറ്റിങ്ങിലേക്ക് മോളെ നീ പോകുമ്പോ മമ്മിയുടെ മുഖം ഓർമ്മ വരികയാണ്. വേണ്ട, ആ വിരൽ തുമ്പ് മാറ്റുകയാണ്. നമ്മളെ തിരികെ വിളിക്കുന്നതിന് എപ്പോഴും വീട്, അപ്പന്റെ മുഖം, അമ്മയുടെ മുഖം, സഹോദരങ്ങളുടെ മുഖം. പക്ഷെ നിങ്ങൾ പറ, ജോസഫിന് ആരുണ്ട് ചോദിക്കാൻ?
ഒരു ബാച്ചിലർ സകല ലഹരിയും ആസ്വദിച്ച് നുകർന്ന് നീന്തി തുടിക്കാവുന്ന ഒരു പ്രായത്തിൽ ചേട്ടന്മാരാരുമില്ല. അവരവിടെ അകലെ എവിടെയോ, അപ്പനില്ല അമ്മയില്ല, ആരും ചോദിക്കാനില്ലാത്തൊരു ബാച്ചിലർ. എന്റെ മോനെ, ആരും ചോദിക്കാനില്ലാതെ നീ ഏതെങ്കിലുമൊക്കെ നഗരത്തിൽ, ക്യാമ്പസുകളിൽ, ഹോസ്റ്റലുകളിൽ, നിന്റെ തെരുവുകളിൽ ആരും ചോദിക്കാനില്ലാത്തൊരു ജോസഫായി നീ അലയുമ്പോൾ 39 is a divine challenge. തിരികെ വരുമോ മോളെ? അധികം യൗവനക്കാരെ എനിക്ക് കാണാനില്ല. തിരികെ വരുമോ കുഞ്ഞെ?